ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ തമ്പലയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മുടെ ജന്മാഷ്ടമി ദിവസത്തെ ഒരു വ്ളോഗാണ്. ഞാൻ എഡിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ രാവിലെ തക്കടൂരിനെ നീപ്പിക്കുക ചെയ്തിട്ടോ. നീക്കില്ലാണ്ട് ഇന്ന് ഭയങ്കര വാശിയൊക്കെ ആയിരുന്നു. കുളിക്കുമ്പോൾ കാര്യമൊക്കെ ചെയ്തു, പിന്നെ കുളിപ്പിച്ച് കഴിക്കാനൊക്കെ കൊടുത്ത് മേക്കപ്പ് ചെയ്യാനും കൂടി ഇരുത്തി. ആദ്യം മൂക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി, ജലദോഷം ഉള്ളതുകൊണ്ട് ആദ്യം നമ്മൾ അന്ന് വൃത്തിയാക്കി. പിന്നെ ഓരോന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ടി വി കണ്ടിട്ടാണ് കേട്ടോ മൂപ്പര് ഇരിക്കുന്നത്. ടി വി ഇടയ്ക്ക് കാണും, അങ്ങനെ നോക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ മേക്കപ്പ് ചെയ്തത്. ചുമ്മാ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മുഖമൊക്കെ ഒന്ന് ആദ്യം വൃത്തിയാക്കി കൊടുത്തു. പിന്നെ ഞാൻ മറ്റേ ഹെർബൽ കാജലുണ്ട്, നമ്മുടെ ശ്രീധരിയം ഹെർബൽ കാജലുണ്ട്. ഞാൻ അവൾക്ക് കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് കെമിക്കൽ അകത്ത് പോകും, വയറ്റിനകത്ത് പോകുന്നതുകൊണ്ട് നമുക്ക് കുറേ ന്യൂസൊക്കെ കണ്ട ശേഷം അപ്പോൾ വാങ്ങിച്ചാട്ടോ. ഇപ്പോഴൊന്നുമല്ല, അവൾക്കൊരു 5 മാസം 6 മാസം ആകുമ്പോൾ സമയത്ത് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പം മുതൽ ഇത് കുറേ ആയി മേടിച്ചിട്ട് അപ്പം പോലെ യൂസ് ചെയ്യുന്നതാണ്. എപ്പോഴും എഴുതി കൊടുക്കൊന്നുമില്ലല്ലോ ഇവിടെ. പിന്നെ അങ്ങനെ എല്ലാവരും ദിവസവും എഴുതി കൊടുക്കാറുമില്ല. നമ്മൾ മലയാളീസും അങ്ങനെയുള്ളവരാണ് കൂടുതൽ എഴുതി കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എഴുതി കൊടുക്കാറുള്ളൂ. പിന്നെ ഇതേ പൊട്ട് വെച്ച് കൊടുത്തു. കുറച്ചിത്തിരി കളറുള്ള മാച്ചിങ്ങുള്ള ഒരു പൊട്ട് വെച്ച് കൊടുത്തു കേട്ടോ. ഇത്ര ഡിസൈനായിട്ട്. അപ്പോൾ അതന്നെ മൂക്കുത്തി ആക്കിയിട്ട് യൂസ് ചെയ്യാമെന്ന് വെച്ച് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒന്ന് പൗഡർ ഇട്ടൊന്ന് സെറ്റ് ചെയ്തു. പിന്നെ കണ്ണിന് ഞാൻ ഐലൈനർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൗഡറൊക്കെ ഒന്ന് മായ്ച്ചു കൊടുത്തു. പൗഡർ ഉണ്ടെങ്കിൽ തന്നെ അവൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. തന്നെ ടി വി നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് തന്നെ ടി വിക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്തി ടി വി തന്നെ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ണിൻ്റെ ഉള്ളിലൊന്ന് ഞാൻ ഇത്തിരി കൺമഷി എഴുതി കൊടുത്തു. നല്ല ഭംഗിയുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി മുകളിലൊക്കെ എഴുതി കഴിഞ്ഞു കേട്ടോ. മുകളിൽ എഴുതി കൊടുത്തു, താഴെയും കൺമഷിയും കൊണ്ടൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പറ്റുന്ന പോലെ തക്കുടൂനെ കുട്ടിരാതെയാക്കാം. മുടിയില്ലാത്തൊരു കുറവുണ്ട്. ഇപ്പോൾ മുട്ടയടിച്ച് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ടോപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ മാല ഇട്ട് കൊടുത്തു കേട്ടോ. മാല നമ്മളിവിടെ അടുത്ത ഷോപ്പിൽ പോയി വാങ്ങിച്ചാണ്. ബാക്കിയൊക്കെ ഏട്ടൻ്റെ കുട്ടികളിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ് ഞാൻ. അപ്പോൾ ഇതിന് വേണ്ടി സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടല്ലോ, ഒരു ദിവസത്തിന് വേണ്ടി വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ്റെ കുട്ടികളിൽ നിന്ന് എടുത്തിട്ട് വന്നു. ഓർണമെൻറ്റ്സൊക്കെ അവരും ചെയ്തിട്ടുണ്ട്. അവർ ജന്മാഷ്ടമി ദിവസം തന്നെ അവർക്ക് സ്കൂളിലൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മുടെ ഇത് ഡേ കെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂൾ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ട് പരിപാടി വെച്ചത്. അപ്പം നമ്മൾ ഇതേ വെള്ള കളറാണ് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇതേ കളറ് സെയിം കളറ് വാങ്ങിച്ചതിന് ഈ ഡ്രസ്സിന് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വെള്ളയാകുമ്പോൾ എല്ലാ ഡ്രസ്സിനും ഉപയോഗിക്കാമല്ലോ. വെള്ള ഉടുപ്പ് വേറെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ള കളർ തന്നെ വള വാങ്ങിച്ചു. ഇതിപ്പോൾ അവിടേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിത് അരപ്പട്ടമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷോൾ കുത്തണമായിരുന്നു ശരിക്കും ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അപ്പം എനിക്ക് എന്ത് ചെയ്യും, അയ്യോ ഷോളില്ല, മുടിയിൽ എങ്ങനെ നിൽക്കുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഷോളാവുണ്ട് മുടി കുറച്ച് വന്നുകൊണ്ട് തന്നെ വലയുടെ ഷോളായതുകൊണ്ട് തന്നെ മുടിയിൽ തന്നെ നിന്നു എന്നതാണ് സത്യം. മുടിയിലിങ്ങനെ പറ്റി പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോൾ അധികം പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മുടിയൊക്കെ അവിടെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട മാലൻ്റെ കൂടെ ഒരു കമ്മലുണ്ട്. അപ്പോൾ അതിട്ട് രാത്രിയൊക്കെ ഇട്ട് ഇങ്ങനെ കളിച്ചു. അപ്പോൾ അതിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കമ്മൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ തേച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് കമ്മൽ ഇടാൻ നോക്കിയപ്പോൾ അവൾ വേണ്ട അമ്മ വേദന എടുക്കുമെന്ന് പറഞ്ഞിട്ട് അതിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെ അവളെ വിളിക്കാൻ പോകുമ്പോൾ സമയത്ത് ഞാനതിട്ടിട്ട് പോയി. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ശരി വേണ്ടാന്ന് വെച്ചു. ഇനി കരയിപ്പിക്കണ്ട, രാവിലെ നീച്ച് 8:30 അപ്പോഴേക്ക് തുടങ്ങിയതാണ്. അപ്പോൾ അത്രയും നേരത്തേക്ക് ആകുമ്പോൾ അവർക്ക് പറ്റില്ല. ഇവിടെ നീക്കുന്നത് 8:30 ആകുമ്പോൾ അവൾക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ ഞാനൊരു മാല ഇട്ട് കൊടുത്തു. ഈ ചെറിയൊരു മാല ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കണം, ആ കമ്മലിട്ട് തരട്ടേന്ന്. അപ്പോൾ വേണ്ടാമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയോ വിശേഷങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് അവൾ. അപ്പോൾ അതിൻ്റെ കൂടെ മാലയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ചാന്ത് കൊണ്ട് കുത്തി വയ്ക്കാനൊക്കെ മറന്നുപോയിരുന്നു. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുത്തായിരുന്നു. പിന്നെയാണ് ഓർത്തത് അയ്യോ കുത്തി വെച്ചില്ലല്ലോ എന്ന്. പിന്നെ വേഗം പിടിച്ചിരുത്തി എല്ലാം വെച്ച് കൊടുത്തു. 2 പിരുകത്തിലും താടിൻ്റെ അവിടെയൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ വെച്ച് കൊടുത്തു. കുറേയൊക്കെ ഇരുന്നുണ്ടായിരുന്നു, കുറേയൊന്നും ഇരുന്നില്ല. അങ്ങനെ നമ്മളത് ഫിനിഷ് ചെയ്തു കേട്ടോ. കുറച്ചിടയ്ക്ക് ടി വിയൊക്കെ നോക്കി അങ്ങനെ നമ്മളതിന് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നമ്മൾ സ്കൂളിലേക്ക് നടക്കുകയാണ് കേട്ടോ. എപ്പോഴും എടുക്കണം പറഞ്ഞിട്ട് തുള്ളിച്ചാടി ഇരുന്ന് എന്തോ ഭാഗ്യത്തിന് നടന്നു. അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ട് മുടിയുള്ളതുകൊണ്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ എത്തി, നമ്മൾ ഡേ കെയർ എത്തി. ഇതാ അവിടെ വേറൊരു കുട്ടി, ആ കുട്ടി പെൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവളെ കൃഷ്ണനാക്കിയിരിക്കുന്നത് ഇത് മിസ്സിൻ്റെ കുട്ടിയാണ്. നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പിന്നെ 12 മണിക്ക് പൂജയുണ്ട് അപ്പോൾ വരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പോകുമ്പോഴേക്കും ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ, എല്ലാം അയച്ചു കളഞ്ഞായിരുന്നു. ഇതാണ് അതിൻ്റെ ഡേ കെയർ. കുറച്ച് ദിവസമായിട്ടുള്ളൂ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് കുഞ്ഞ് ഡേ കെയറാണ്. പിന്നെ ഇതേ മെയിൻ കൃഷ്ണൻ വന്ന് നമ്മുടെ ചിരന്ത് വന്നു കേട്ടോ. തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലെ ചേച്ചിയുടെ കുട്ടിയാണ്. അപ്പോൾ അവൻ വന്നു. ഇപ്പോൾ ഞാൻ കൃഷ്ണനാക്കാമെന്ന് വിചാരിച്ചു. കൃഷ്ണനാക്കിയാണെങ്കിൽ കൃഷ്ണനെ കൊണ്ട് നടക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അവിടെ.
അപ്പോൾ ഇതാണ് കേട്ടോ റെഡിയാക്കിയത്. നമ്മൾ 12 മണിക്ക് നമ്മൾ കുട്ടികളെ വിട്ടിട്ട് പോയി, പിന്നെ 12 മണിക്കാണ് നമ്മൾ വന്നത്. അപ്പോൾ പൂജയുണ്ട്, നിങ്ങൾ വരണം, പാരൻസ് എല്ലാവരും വരണമെന്ന് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൃഷ്ണൻ്റെ വിഗ്രഹം പൂജിക്കാൻ കൊടുത്തിരിക്കുകയാണ് അമ്പലത്തിൽ, അത് കൊണ്ടുവരട്ടെ എന്നിട്ട് നമുക്ക് പൂജ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പാരൻസ് എല്ലാവരും കൂടി പൂജ ചെയ്യാനാണ് മിസ്സ് പറഞ്ഞത്. മിസ്സ് തന്നെ കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. മിസ്സിൻ്റെ അമ്മയാണ് ആ നിൽക്കുന്നത്. ഈ കുട്ടികളെ ഉള്ളൂ കേട്ടോ. ഇത് 3, 4 ഒരു കുട്ടി അവരുടെ, അങ്ങനെ മൊത്തം 5 കുട്ടികളെ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പൂജ ചെയ്തു. കാരണം അവർ ഫസ്റ്റത്തെ ഡേ കെയർ തുടങ്ങിയ ശേഷമുള്ള ഫസ്റ്റത്തെ ഒരു ആഘോഷമാണ്. അതുകൊണ്ട് തന്നെ അവർ കാര്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിലെല്ലാം ഒരുക്കി തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി പലഹാരങ്ങളൊക്കെ അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എല്ലാ പലഹാരങ്ങളും നമുക്ക് തന്നിരുന്നു. എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസൊക്കെ കൊടുത്തു ഞങ്ങൾ. എല്ലാവരും കൂടി പൂജ ചെയ്ത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മളെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കുന്നത് വിചാരിച്ചില്ല. അപ്പോൾ അത് ടീച്ചർ മിസ്സിൻ്റെ അമ്മയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും കൂടി പൂജയൊക്കെ ചെയ്തു. ഹാപ്പിയായി. പ്രസാദമൊക്കെ തന്നിരുന്നു. കൃഷ്ണന് ഇഷ്ടപ്പെട്ട അവിലും പഴം, പിന്നെ റവ ഉണ്ട, പിന്നെ ലഡു, എള്ളുണ്ട, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പ്രസാദമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ പാൽഗോവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണന് നമ്മൾ അവിടെ പൂ വെച്ചിട്ടുണ്ട്, കുട്ടികളുടെ അടുത്തൊക്കെ ഇടാൻ പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൃഷ്ണന് പൂവിട്ട് പൂജിച്ചു. ഞങ്ങളും ഇട്ടു കേട്ടോ. പിന്നെ തക്കുടിൻ്റെ ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ ഒന്ന് ഡാൻസൊക്കെ കളിക്കണ്ടായിരുന്നു. പക്ഷെ അവരിനെ അപ്പുറത്ത് എല്ലാവരും കണ്ടപ്പോൾ പിന്നെ മടിയായി. പിന്നെ കുറച്ച് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. വേറെ കുട്ടികൾ ഭയങ്കര കരച്ചിലാട്ടോ. ഇപ്പോഴും അങ്ങോട്ട് കരച്ചിൽ അങ്ങോട്ട് മാറിയിട്ടില്ല. ഇവർ രണ്ടാൾക്കും കുഴപ്പമില്ല. അവർ ഭയങ്കര കരച്ചിലായതുകൊണ്ട് അവരൊന്നും വന്ന് ഇന്നേ ഇല്ല ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഇവർ രണ്ടാളും നിൽക്കുന്നുണ്ടപ്പോൾ ഇവർ രണ്ടാളെ പിടിച്ച് നിർത്തി. പിന്നെ പഴം വേണമെന്ന് പറഞ്ഞിട്ട് പഴം കഴിക്കാൻ കൊടുത്തിട്ട് ആ പച്ച മാല ഇട്ടില്ലേ, പച്ചയും റെഡും കൂടി സ്റ്റോണിൽ, അതിൻ്റെ കമ്മലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 100 രൂപ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായോ ഇല്ലയോ എന്നെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.